നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും വിശ്വസിച്ച ഒരാൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട്. ആ വേദന ഉള്ളിൽ കിടന്ന് നീറുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഒരു സോറിയോ, അല്ലെങ്കിൽ ഒരു കുറ്റബോധം നിറഞ്ഞ നോട്ടമോ? പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊന്നുമല്ല. അവർ ചിരിക്കുന്നു, സാധാരണ പോലെ സംസാരിക്കുന്നു. എടാ, നീ എന്തിനിപ്പം ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്ന് വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നു. അവരുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ, ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും, അല്ലേ? നമ്മൾ ചിന്തിക്കും, ഇവൻ എന്താ ഒന്നും ഓർമ്മയില്ലേ, അതോ അഭിനയിക്കുവാണോ എന്ന്. ആ നിമിഷമുണ്ടാകുന്ന ഹെൽപ്ലെസ് ഫീലിംഗ് അതാ വേദനയേക്കാൾ വലുതാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും അനുഭവിക്കുന്ന, എന്നാൽ ആർക്കും പേര് നൽകാൻ കഴിയാത്തൊരു വലിയ സൈക്കോളജിക്കൽ പസിലിനെ കുറിച്ചാണ്. വൈ ഡു സം പീപ്പിൾ ആക്ട് കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആഫ്റ്റർ ഡിസ്ട്രോയിങ് യു ഇമോഷണലി? എന്തുകൊണ്ടാണ് ചില മനുഷ്യർ നമ്മളെ തകർത്തിട്ടും അതെല്ലാം മറന്ന് ഒരു മാലാഖയെ പോലെ പെരുമാറുന്നത്? ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു യാത്രയാണ്. മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ചില ഇടനാഴികളിലൂടെയുള്ള യാത്ര. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. അവർക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമുക്ക് തുടങ്ങാം. നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. ഇത് രാഹുലിൻ്റെയും സ്നേഹയുടെയും കഥയല്ല, ഒരുപക്ഷേ ഇത് നിങ്ങളുടെ തന്നെ കഥയാകാം. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അതിമനോഹരമായ ഒരു കണ്ണാടി കൂടുണ്ടായിരുന്നു. ആ കൂടുണ്ടാക്കിയത് അവിടുത്തെ ഒരു ശില്പിയാണ്. അയാൾ അതിനെ പൊന്നുപോലെ നോക്കിയിരുന്നു. ഒരു ദിവസം അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബദ്ധത്തിൽ, അല്ല ദേഷ്യത്തിൽ ആ കൂട് തല്ലിപ്പൊട്ടിച്ചു. ആ ശില്പി തകർന്നുപോയി. അയാൾ കരഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ആ സുഹൃത്ത് വന്നത് എങ്ങനെയെന്നറിയാമോ? കയ്യിലൊരു പുതിയ പൂവുമായി. ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, എന്താടോ മുഖം വല്ലാതിരിക്കുന്നത്? വാ, നമുക്ക് ചായ കുടിക്കാൻ പോകാം. ആ ശില്പി അമ്പരന്നുപോയി. തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകൾ അയാൾ കാണുന്നില്ലേ? ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന വലിയ സൈക്കോളജിക്കൽ മാനിപ്പുലേഷന്റെ ആദ്യത്തെ പടി. ഇതിന് നമുക്ക് സെലക്റ്റീവ് അംനീഷ്യ എന്ന് വിളിക്കാം. അവർക്ക് എല്ലാം ഓർമ്മയുണ്ട് സുഹൃത്തുക്കളെ. അവർക്ക് ഓരോ വാക്കും ഓരോ നിമിഷവും കൃത്യമായ ഓർമ്മയുണ്ട്. പക്ഷെ അവരത് മറന്നതായി അഭിനയിക്കും. എന്തിനാണെന്നറിയാമോ? ബിക്കോസ് അഡ്മിറ്റിംഗ് ഗിൽറ്റ് റിക്വയർസ് ഇമോഷണൽ മാച്യൂരിറ്റി. തെറ്റ് സമ്മതിക്കണമെങ്കിൽ, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് സ്വന്തം മനസ്സിനോട് പറയണമെങ്കിൽ വലിയൊരു മനക്കെട്ടി വേണം, ഈഗോ ഇല്ലാത്തൊരു മനസ്സ് വേണം. പക്ഷേ നമ്മളെ വേദനിപ്പിച്ചിട്ട് നിഷ്കളങ്കമായി അഭിനയിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പേടിയുള്ള, സ്വന്തം തെറ്റുകൾ കാണുമ്പോൾ ഭയപ്പെടുന്ന ഒരു കുട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരോട് ആ പഴയ കാര്യം ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? ഓ, നീ ഇപ്പോഴും അത് ആലോചിച്ചിരിക്കുവാണോ? അതൊക്കെ അപ്പ കഴിഞ്ഞില്ലേ, നീ എന്തൊരു നെഗറ്റീവ് പേഴ്സൺ ആണ്. കണ്ടോ? അവിടെയും കുറ്റം നിങ്ങളുടെ തലയിലായി. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുന്ന, ക്ഷമിക്കാൻ കഴിയാത്ത ഒരാളായി മുദ്രകുത്തപ്പെട്ടു. വേദനിപ്പിച്ചത് അവരാണ്, പക്ഷെ ഇപ്പോൾ വിക്ടിം അവരായി മാറി. ഇതിനെയാണ് സൈക്കോളജിയിൽ ഡാർവോ എന്ന് വിളിക്കുന്നത്. ഡിനൈ, അറ്റാക്ക് ആൻഡ് റിവേഴ്സ് വിക്ടിം ആൻഡ് ഒഫൻഡർ. ഇതൊരു മാജിക്കാണ്, കൺകെട്ട് വിദ്യ. അവരാദ്യം നിഷേധിക്കും, ഡിനൈ, പിന്നെ നിങ്ങളെ ആക്രമിക്കും, അതല്ലെങ്കിൽ അറ്റാക്ക്. ഒടുവിൽ നിങ്ങൾ കുറ്റക്കാരനും അവർ ഇരയുമായി മാറും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ യെസ് എന്ന്. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണോ? അല്ല. ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു വെള്ള പേപ്പറിൽ മഷിയൊഴിച്ചു. ആ പാട് അവിടെയുണ്ട്. പക്ഷേ ആ പേപ്പർ വിചാരിക്കുകയാണ്, ഞാൻ ഇതിലേക്ക് നോക്കിയില്ലെങ്കിൽ ഈ പാട് സത്യമല്ല എന്ന്. ഇതാണ് ഇവരുടെ മനസ്സിന്റെ അവസ്ഥ. ഇതിനെ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയാം. അവർക്ക് അവരെക്കുറിച്ച് വളരെ ഉയർന്ന ചിന്തയാണുള്ളത്. ഞാൻ നല്ലവനാണ്, ഞാൻ ആരെയും വേദനിപ്പിക്കില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇതാണ് അവരുടെ സെൽഫ് ഇമേജ്. പക്ഷേ അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നത് ഒരു സത്യമാണ്. ഈ സത്യം അവരുടെ സെൽഫ് ഇമേജിന് എതിരാണ്. അപ്പോൾ അവരുടെ മനസ്സെന്ത് ചെയ്യും? ആ സത്യത്തെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അവർ അഭിനയിക്കുകയല്ല സുഹൃത്തുക്കളെ. പലപ്പോഴും അവർ സ്വന്തം കള്ളങ്ങൾ വിശ്വസിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നവർ 100 തവണ സ്വയം പറയും.
ഒടുവിൽ അത് അവർക്ക് സത്യമായി മാറും. ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ്, സ്വന്തം മനസാക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഒരു കൊലപാതകി രക്തം പുരണ്ട കൈകൾ കഴുകി വൃത്തിയാക്കി കണ്ണാടിയിൽ നോക്കി ചിരിക്കുന്നത് പോലെയാണത്. കൈ വൃത്തിയായി, അതുകൊണ്ട് അയാൾ കൊലപാതകയല്ല എന്ന് അയാൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിലേറ്റവും വലിയ അപകടം എന്താണെന്നോ, അവർ നിങ്ങളുടെ വികാരങ്ങളെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു എന്നതാണ്. നിങ്ങളുടെ വേദനയ്ക്ക് വിലയില്ല എന്നവർ വരുത്തി തീർക്കുന്നു. നീ വെറുതെ ഓവറാക്കുകയാണ്, യു ആർ ഓവർ റിയാക്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം ബുദ്ധിയെ സംശയിച്ചു തുടങ്ങും. ശരിക്കും ഞാൻ ഓവറാക്കുകയാണോ, എൻ്റെ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഇവിടെയാണ് നിങ്ങൾ തോൽക്കുന്നത്. അവർ ജയിക്കുന്നതും ഇവിടെയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നിങ്ങളെ അവരുടെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ഒരു തന്ത്രമാണിത്. ഇറ്റ്സ് അബൌട്ട് പവർ, ഇറ്റ്സ് അബൌട്ട് കൺട്രോൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കളിപ്പാട്ടം തല്ലി പൊട്ടിച്ച ശേഷം ആ കുട്ടി നമ്മളെ നോക്കി ചിരിക്കും. അവനറിയില്ല അവൻ ചെയ്തത് തെറ്റാണെന്ന്. കാരണം അവൻ്റെ ലോകം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ മുതിർന്നയൊരാൾ ഇങ്ങനെ ചെയ്താലോ? അവിടെയാണ് നമ്മൾ നാർസിസിസം എന്ന വാക്ക് പരിചയപ്പെടേണ്ടത്. നാർസിസിസ്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് മറ്റുള്ളവരുടെ വേദന ഫീൽ ചെയ്യാനുള്ള കഴിവില്ല. ഇതിനെ ലാക്ക് ഓഫ് എംപതി എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വലിയ മുറിവ് പറ്റി ചോര ഒലിപ്പിച്ച് നിൽക്കുകയാണെന്ന് കരുതുക. ഒരു സാധാരണ മനുഷ്യൻ കണ്ടാൽ എന്തു ചെയ്യും? അയ്യോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇത്തരക്കാർ എന്തു ചെയ്യുമെന്നോ? അവർ ചോദിക്കും, നീ എന്തിനാ എൻ്റെ ഷർട്ടിൽ ചോരയാക്കിയത്? കണ്ടോ വ്യത്യാസം? അവർക്ക് പ്രധാനം അവരുടെ ഷർട്ടാണ്, നിങ്ങളുടെ വേദനയല്ല. ഇവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അതിവർക്ക് ഒരു സംഭവം പോലുമല്ല. അവർക്കത് വെറുമൊരു ചൊറിച്ചിൽ പോലെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അവർ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ചു വരുന്നത്. അവർക്ക് നിങ്ങളൊരു വ്യക്തിയല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഒരു ഉപകരണം കേടായാൽ നമ്മൾ അതിനോട് മാപ്പ് പറയുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് അവർക്ക് നിങ്ങളും. ഇത് കേൾക്കുമ്പോൾ വേദന തോന്നും. ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് ഒരു കല്ലിനെയാണോ എന്ന് തോന്നും. പക്ഷേ ആ തിരിച്ചറിവാണ് നിങ്ങളുടെ ആദ്യത്തെ മരുന്ന്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവരോട് ക്ഷമിക്കുന്നത്? ഇതൊരു വൃത്തമാണ്, സൈക്കിൾ. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. തേൻ പുരട്ടിയ കാലം. അവർ നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് അവർ മാലാഖയെപ്പോലെ പെരുമാറും. ഇതിനെ ലവ് ബോംബിംഗ് എന്ന് പറയും. അവർ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരും, നല്ല വാക്കുകൾ പറയും, നിങ്ങളെ വാനോളം പുകഴ്ത്തും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആഹാ, അവൾ മാറിപ്പോയി, പഴയ ആളല്ല. പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവം മാറും. ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ. നിങ്ങൾ മുള്ളുമുനയിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഞാൻ എന്ത് ചെയ്താലാണ് അവർക്ക് ദേഷ്യം വരിക എന്ന് പേടിച്ച് നിങ്ങൾ ജീവിക്കും. ഒടുവിൽ അത് സംഭവിക്കും. അവർ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കും, പഴയതിലും ശക്തിയിൽ. ഞാൻ ഡിഗ്രി എടുത്തതാണ്. അപ്പൊ അവിടെ നിന്ന് പോയൊരു വിദ്യാഭ്യാസം പിന്നെയും കുറച്ചധികം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്നിട്ടെന്ത് സംഭവിക്കും? വീണ്ടും 1ാമത്തെ ഘട്ടം. അവർ നിഷ്കളങ്കമായി അഭിനയിക്കും. ലവ് ബോംബിംഗ് തുടങ്ങും. ഈ സൈക്കിൾ പെട്ടുപോയാൽ പുറത്തു കിടക്കാൻ വലിയ പാടാണ്. ഇതിനെ ട്രോമ ബോണ്ടിംഗ് എന്നാണ് സൈക്കോളജിയിൽ പറയുക. ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ജയിലറിനോട് തോന്നുന്ന ഒരു തരം വിധേയത്വം. നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നേണ്ടതിന് പകരം അവരുടെ ചെറിയ സ്നേഹം കിട്ടുമ്പോൾ വലിയ ആശ്വാസം തോന്നും. നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്കെന്നെ സ്നേഹിക്കാൻ കഴിയും, ഞാൻ കുറച്ചുകൂടി ക്ഷമിച്ചാൽ മതിയെന്നാണ്. പക്ഷെ സുഹൃത്തെ, അത് മരുഭൂമിയിൽ വെള്ളം തിരയുന്നത് പോലെയാണ്. അവിടെ വെള്ളമില്ല, മരീചിക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? നമ്മൾ എന്ത് ചെയ്യണം? അവരെ തിരുത്താൻ നോക്കണോ? വേണ്ട. കാരണം ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. ആദ്യത്തെ പടി റാഡിക്കൽ ആക്സെപ്റ്റൻസ് ആണ്. അതായത് അവരെ അവരായി തന്നെ അംഗീകരിക്കുക. ഇവരിങ്ങനെയാണ്, ഇവർക്കെൻ്റെ വേദന മനസ്സിലാവില്ല, ഇവർക്ക് മാറാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. പിന്നെ നിങ്ങൾ അവരിൽ നിന്ന് സോറി പ്രതീക്ഷിക്കില്ല. 2ാമത്തെ പടി ഗ്രേ റോക്ക് മെത്തേഡ്.
ഒരു ചാരനിറത്തുള്ള പാറക്കല്ലിന് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ല. അതവിടെ വെറുതെ കിടക്കും. അതിന് വികാരങ്ങളില്ല. ഇനി അവർ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങളും ആ പാറക്കല്ലിൻ്റെ പോലെയാകുക. അവർ ചോദിക്കും, നീ എന്താ മിണ്ടാത്തത്? നിങ്ങൾ പറയുക, ഒന്നുമില്ല, ഒരു വികാരവുമില്ലാതെ. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്രതികരണമാണ്, റിയാക്ഷൻ. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ കരച്ചിൽ, അതാണ് അവരുടെ ആഹാരം. അത് കൊടുക്കാതിരുന്നാൽ അവർ പട്ടിണിയിലാകും. അവർ താനെ ഒഴിഞ്ഞുപോകും. മൂന്നാമത്തെ പടി, ബൗണ്ടറീസ്, അതിരുകൾ. നിങ്ങളുടെ മനസ്സൊരു വീടാണെങ്കിൽ അതിൻ്റെ വാതിൽ ആർക്ക് തുറന്നു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചെളിയുള്ള കാലുമായി ആരെയും അകത്തേക്ക് കയറ്റരുത്. ഇനി മേലാൽ എന്നോടിങ്ങനെ സംസാരിക്കരുത് എന്ന് മുഖത്തു നോക്കി പറയാൻ പഠിക്കണം. അത് അഹങ്കാരമല്ല, അത് ആത്മാഭിമാനമാണ്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അത് മറ്റൊരാളുടെ നാടകത്തിൽ നോക്കുകുത്തിയായി നിൽക്കാനുള്ളതല്ല. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? നിങ്ങളുടെ സന്തോഷം. നിങ്ങൾ തകർന്നു പോകും എന്നവർ കരുതിയിടത്ത് നിങ്ങൾ പൂത്തുലയുക. അവരില്ലാതെയും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ചിരിയാണ് അവരുടെ തോൽവി. ഇന്ന് രാത്രി കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഞാൻ വിലപ്പെട്ടവനാണ്. എൻ്റെ കണ്ണുനീരിന് വിലയുണ്ട്. ഇനി അത് അർഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ കളയില്ല. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായി എന്ന് കരുതുന്നു.